എല്ലാ തവണയും പോലെ ഇത്തവണയും കള്ളവോട്ട് ആരോപണങ്ങൾക്ക് കുറവില്ല. കണ്ണൂർ, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ടയിൽ അടക്കം പല മണ്ഡലങ്ങളിലും കള്ളവോട്ട് ആരോപണം ഉയർന്നു വന്നു. അതിനിടെ പലയിടത്തും വ്യാപക ആക്രമണവും ഉണ്ടായി. പതിവ് പോലെ സംസ്ഥാനത്ത് വ്യാപക കള്ളവോട്ട് പരാതിയാണ് ഇത്തവണയും ഉയർന്നു വന്നത്. പല ജില്ലകളിലെയും മണ്ഡലങ്ങളിൽ ആരോപണവുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും രംഗത്ത് വന്നു. എറണാകുളത്ത് കള്ളവോട്ട് പരാതി ഉയർന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്. ഇടക്കൊച്ചി സ്വദേശി കുഞ്ഞുമോളുടെ വോട്ട് മറ്റാരോ ചെയ്തുവെന്നാണ് പരാതി. ഇടക്കൊച്ചി അക്വിനാസ് കോളേജിലായിരുന്നു പോളിംഗ് സ്റ്റേഷൻ. പിന്നീട് ടെൻഡർ വോട്ട് രേഖപ്പെടുത്തി. തൃക്കാക്കര മണ്ഡലം പാലാരിവട്ടത്ത് വോട്ട് ചെയ്യാനെത്തിയ ആളുടെ പേരിൽ പോസ്റ്റൽ വോട്ടും കണ്ടെത്തി. അനൂപ് എന്ന ആളുടെ പേരിലാണ് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയത്. അനൂപ് പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ള ആളല്ല. പത്തനംതിട്ട കവിയൂരിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. 84-ാം നമ്പർ ബൂത്തിലാണ് കള്ളവോട്ട് നടന്നതായി ആരോപണം ഉയർന്നത്. സരോജിനി എന്ന വോട്ടർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മറ്റാരോ വോട്ട് ചെയ്തതായി തിരിച്ചറിഞ്ഞത്. ആറന്മുള മണ്ഡലത്തിലും കള്ളവോട്ട് കണ്ടെത്തി. ഇലന്തൂർ 155-ാം നമ്പർ ബൂത്തിലാണ് അർച്ചന രവീന്ദ്രന്റെ പേരിൽ കള്ളവോട്ട് നടന്നത്. വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മറ്റൊരാൾ വോട്ട് ചെയ്തതായി അറിഞ്ഞത്. തിരഞ്ഞെടുപ്പ് അധികൃതർക്ക് അർച്ചന പരാതി നൽകി. വടക്കാഞ്ചേരിയിലും വ്യാപക കള്ളവോട്ട് ആരോപണമുയർന്നു. ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശി സജീവിന്റെ വോട്ട് പോസ്റ്റൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിഷേധവുമായി BJP രംഗത്തെത്തി. ചെങ്കള പഞ്ചായത്തിൽ 9 ബൂത്തുകളിൽ വ്യാപക കള്ളവോട്ട് ശ്രമം നടക്കുന്നതായി പരാതി ഉയർന്നു. പിന്നാലെ BJP സ്ഥാനാർത്ഥി വരണാധികാരിക്ക് പരാതി നൽകി. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കള്ളവോട്ട് പരാതികൾ ഉയർന്നു. ആലപ്പുഴയിൽ BJPയുടെ ബൂത്ത് പ്രസിഡന്റിന്റെ പേരിലും കള്ളവോട്ട് കണ്ടെത്തി. ഒറ്റപ്പാലത്തും കള്ളവോട്ട് നടന്നെന്ന ആരോപണം. വോട്ട് മറ്റാരോ രേഖപ്പെടുത്തിയെന്നാണ് പരാതി. അതിനിടെ പള്ളുരുത്തിയിൽ 2 സ്ത്രീകളുടെ വോട്ടുകൾ പരസ്പരം മാറി ചെയ്തു. ജാസ്മിൻ നവാസ്, ജാസ്മിൻ MK എന്നിവരുടെ വോട്ടുകളാണ് മാറി ചെയ്തത്. അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ആക്രമണ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തു. കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. ധർമ്മടം കീഴത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകന് നേരെ ആക്രമണമുണ്ടായി. കുഴിയിൽ പീടിയ പ്രഭാകരനാണ് മർദ്ദനമേറ്റത്. CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. മട്ടന്നൂർ, എളന്നൂരിൽ കള്ളവോട്ട് ആരോപിച്ച് UDF CPM പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവുമുണ്ടായി. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. തലശ്ശേരി ഒളിവിലത്ത് UDF പ്രവർത്തകർ സബാദിന് മർദ്ദനമേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യന്നൂർ കാനായിൽ കോൺഗ്രസ് ബൂത്ത് ഏജന്റ് സുരേഷ് കാനായിയെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായും പരാതി ഉയർന്നു. പുഞ്ചക്കാട് കോൺഗ്രസ് പ്രവർത്തകനായ അഭിജിത്തിനെ ബൈക്കിലെത്തിയ 10ഓളം പേർ ആക്രമിച്ചു. തളിപ്പറമ്പ് മണ്ഡലം NDA സ്ഥാനാർത്ഥിയുടെ ഏജന്റിനെയും CPM ആക്രമിച്ചതായി പരാതി ഉയർന്നു. സ്ഥാനാർത്ഥി N ഹരിദാസിന്റെ ബൂത്ത് ഏജന്റ് K സോമനെയാണ് CPM ആക്രമിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി നടുപ്പൊയിൽ കള്ളവോട്ട് ചോദ്യം ചെയ്ത UDF ബൂത്ത് ഏജന്റുമാരെ മർദ്ദിച്ചതായും പരാതി ഉയർന്നു. രാഹുൽ ചാലിൽ, ഷെഫീഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കൊല്ലം പുനലൂരിൽ ബൂത്തിന് സമീപം വോട്ട് പിടിക്കാൻ നിന്നെന്നാരോപിച്ച് LDF UDF കയ്യാങ്കളിയുണ്ടായി. വിളക്കുവട്ടം LP സ്കൂൾ ബൂത്തിന് മുൻപിലായിരുന്നു സംഭവം. ഉദിനൂരിലും വനിതാ ബൂത്ത് ഏജന്റിന് നേരെ CPM പ്രവർത്തകർ നായ്ക്കർണപ്പൊടി പ്രയോഗം നടത്തിയതായി പരാതി. UDFന്റെ 154-ാം ബൂത്തിലെ T രതിലയ്ക്കെതിരെയാണ് ആക്രമണമുണ്ടായത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.